ഓളപ്പരപ്പിൽ ആവേശം തിരതെല്ലുന്ന ദിവസങ്ങളിലേക്കാണ് കടക്കുന്നത്. നെഹ്റു ട്രോഫി ജലമേള, അതിന് എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലമേള ഉണ്ടായത്, വന്നത്? അങ്ങനെയൊക്കെ ഒരു ചോദ്യമുണ്ടാകുമ്പോൾ അതിന് കാരണമായ ഒരു വള്ളം ആലപ്പുഴയിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നടുഭാഗം ചുണ്ടൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആവേശത്തിൽ ജവഹർലാൽ നെഹ്റു ഈ ചുണ്ടനിലേക്ക് ചാടിക്കയറിയതോടെയാണ് നെഹ്റു ട്രോഫി ജലമേള പിറക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൻ്റെ കൊടുമുടിയാണെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒത്ത നടുവിലുള്ള നെടുംതൂണാണ് നടുഭാഗം. നെഹ്റു ട്രോഫിക്ക് കാരണബോധനായ ഒരേയൊരു ചുണ്ടൻ. നെഹ്റു ട്രോഫിയോളം ചരിത്രം പേറുന്ന അവൻ്റെ കഥയാണിത്. 1927 തിരുവിതാംകൂർ ദിവാനായിരുന്ന എം.ഇ. വാട്സ് ജലോത്സവത്തിനെത്തുന്നു. ഒപ്പം ഒരു ട്രോഫിയും. ചമ്പക്കുളം വള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന നടുഭാഗംകാർ സ്വന്തം കരയുടെ പേരിൽ വള്ളം വേണമെന്ന ആഗ്രഹം ദിവാനെ അറിയിക്കുന്നു. അങ്ങനെ ദിവാന്റെ സഹായത്തോടെ നടുഭാഗംകാർ വെമ്പാലയിൽ നിന്ന് പള്ളിയോടം വാങ്ങുന്നു. മാറ്റങ്ങൾ വരുത്തി നടുഭാഗം എന്ന പേരിൽ നീറ്റിലിറക്കി. പിന്നീട് 1940 സ്വന്തമായി പുതിയൊരു ചുണ്ടൻ പണിതു. എന്നാൽ 1952 നെഹ്റു ആലപ്പുഴ കാണാനെത്തിയതാണ് നടുഭാഗത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അതിർത്തിയിൽ നിന്ന് സ്വീകരിച്ചത് വള്ളംകളി മത്സരം നടത്തിയായിരുന്നു. അന്ന് വിജയിച്ചതാകട്ടെ നടുഭാഗം ചുണ്ടനും. വിജയാവേശത്തിൽ തുഴയിറങ്ങിയെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് അതിരുകടന്ന ആവേശത്തോടെ കുരുന്നുകളുടെ ചാച്ചാജി കുരുന്നു മനസ്സുമായി ചാടിക്കയറി. അന്ന് പിറന്നത് ഒരു ചരിത്രം കൂടിയായിരുന്നു. ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ചുണ്ടൻ, നെഹ്റുവിൻ്റെ പാറസ്പർശമേറ്റ ഒരേയൊരു നടുഭാഗം. എന്നാൽ ആ ചുണ്ടൻ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. എന്നോ തകർന്നു തുടങ്ങിയ ചുണ്ടൻ പടുതയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. വള്ളപ്പുരയായിരുന്ന പ്രദേശമാകെ കാട് കയറി നശിച്ചു. മുൻപ് മ്യൂസിയത്തിൽ സ്മാരകമാക്കാൻ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇന്ന് കാലപ്പഴക്കം ചെന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജീർണാവസ്ഥയിലിരിക്കുകയാണ്. പഴയ നെഹ്റു കയറിയ ആ ചരിത്ര സ്മാരകം എവിടെയെങ്കിലും ഒന്ന് കേരള ജനതയ്ക്ക് കാണത്തക്ക രീതിയിൽ ഇതിനെ സ്ഥാപിച്ചാൽ കൊള്ളാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇക്കാലം അത്രയും കരക്കാർ വെള്ളത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് സംരക്ഷണം ഒരുക്കിയത്. ഇനി ചരിത്ര സ്മാരകത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് പുരാവസ്തു വകുപ്പാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 36 തവണ ഫൈനലിലും ഏറ്റവും കൂടുതൽ തവണ 2ാം സ്ഥാനവും നേടിയ നടുഭാഗത്തെ ജനതയ്ക്കും ജലോത്സവ പ്രേമികൾക്കുമൊപ്പം സാംസ്കാരിക കേരളവും അത് ആഗ്രഹിക്കുന്നുണ്ട്. നെഹ്റു പവലൈനിൽ നെഹ്റുവിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ചുണ്ടനെയും കാണാൻ ആലപ്പുഴയിൽ നിന്ന് ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.